നമസ്കാരം. പ്രധാന വാർത്തകൾ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ 240 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ്. 2 ദിവസമായി ബീഹാറിലെത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. തോട്ടം തൊഴിലാളിക്ക് ദാരുണാന്ത്യം. ഇടുക്കി ചിന്നക്കനാലിൽ ചൂണ്ടലിലായിരുന്നു സംഭവം. ചിന്നക്കനാൽ പന്നിയാർ സ്വദേശി ജോസഫ് വേലുച്ചാമിയാണ് മരിച്ചത്. 62 വയസ്സായിരുന്നു. ഏലത്തോട്ടത്തിൽ വെച്ചാണ് ജോസഫിന് നേരെ കാട്ടാന ആക്രമണം ഉണ്ടായത്. തോട്ടത്തിൽ പണിക്കാർ എത്തിയപ്പോഴാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് കിടക്കുന്ന നിലയിൽ ജോസഫിനെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കണ്ണൂരിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി അൽഫോൺസ ജേക്കബാണ് ഇന്ന് രാവിലെ കോളേജിൽ കുഴഞ്ഞു വീണത്. ഉടൻ അധ്യാപകരും ജീവനക്കാരും ചെമ്പേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സൈബർ സെക്യൂരിറ്റി 2ാം വർഷ വിദ്യാർത്ഥിനിയാണ് അൽഫോൺസ. മൃതദേഹം പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കോട്ടയത്ത് നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞ അപകടം. യുവാവിന് ദാരുണാന്ത്യം. വൈക്കം എറണാകുളം റോഡിൽ ഇത്തിപ്പുഴയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ചേർത്തല മൂലയിൽ വീട്ടിൽ കുര്യൻ തരകന്റെ മകൻ ആന്റണി തരകനാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ഇത്തിപ്പുഴ പാലത്തിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പാലത്തിന്റെ കൈവരിയിൽ വണ്ടിയിടിച്ച് റോഡിൽ തെറിച്ചു വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ഉടൻ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വൈക്കം പോലീസ് നടപടികൾ സ്വീകരിച്ചു. ചീഫ് ജസ്റ്റിസിന് നേരെ അതിക്രമം. കോടതി മുറിക്കുള്ളിൽ ഷൂ എറിയാൻ ശ്രമിച്ച അഭിഭാഷകൻ. രാവിലെ കേസ് പരാമർശിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ഷൂ എറിയാനുള്ള ശ്രമം നടന്നത്. സനാതന ധർമ്മത്തിനെതിരായി ചീഫ് ജസ്റ്റിസ് പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് ഒരു അഭിഭാഷകൻ എത്തുകയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഷൂ എറിയാൻ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ട്. തുടർന്ന് സുപ്രീം കോടതിയുടെ സുരക്ഷാ ജീവനക്കാർ ഇടപെടുകയും അഭിഭാഷകനെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു.